ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സൈപ്രസ്. നമ്മളിതാ ഇപ്പോൾ പാഫോസ് ഹാർബറിലൂടെ അതിൻ്റെ അടുത്ത് ചേർന്ന് കിടക്കുന്ന വേറൊരു ആർക്കിയോളജിക്കൽ സൈറ്റ് ഉണ്ട്, അതിവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ എന്താ കാണാനുള്ളതെന്ന് വെച്ചാൽ പ്രീ ഹിസ്റ്റോറിക് ടൈം തൊട്ടിട്ട് മിഡിൽ ഏജിൻ്റെ തുടക്കം വരെയുള്ള കാലഘട്ടത്തിൽ നിർമ്മിച്ച ഗ്രീക്ക് ആൻഡ് റോമൻ സിറ്റിയുടെ റൂയിൻസാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഇതും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിട്ടാണ്. ഫ്രം 1980 ഓൺവേർഡ്സ് ഏകദേശം 32.5 ഹെക്ടേഴ്സിൽ പരന്നു കിടക്കുന്ന ഒരു പാർക്കാണിത്. ഇതിൻ്റെ എക്സ്കവേഷൻസ് സ്റ്റാർട്ട് ചെയ്തത് 1870 തൊട്ടിട്ടാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. അതേപോലെ തന്നെ ഈ എക്സ്കവേറ്റ് ചെയ്ത് വരുന്ന മൊസൈക്ക് ഫ്ലോർസൊക്കെ അവർ കൺസർവേഷൻ വർക്കും അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മെയിനായിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ റോമൻ കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച 4 വലിയ വില്ലകളുടെ റൂയിൻസാണ് നമുക്ക് കാണാൻ പറ്റുക. ഫ്ലോറ്, അതായത് ബാക്കിയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ മൊസൈക്ക് ഫ്ലോർസ് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ 2 തിയേറ്റേഴ്സ് ഉണ്ട്, അതായത് ഒന്ന് ഹെലനിസ്റ്റിക് റോമൻ തിയേറ്ററും അനദർ വൺ അഡിയോൺ എന്ന തിയേറ്ററും. ഇതിൽ അഡിയോൺ തിയേറ്റർ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 1200 പേർക്കോളം ഇപ്പോഴും നമുക്ക് ഇരുന്ന് കാണാൻ പറ്റിയ, അതായത് ഒരു ഓപ്പൺ തിയേറ്ററായിട്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ്. അതുപോലെ അന്നത്തെ ഒരു ബസിലിക്ക, അതിൻ്റെ റൂയിൻസും. അതേപോലെ തന്നെ അഗറ മീൻസ് ഒരു ആൾക്കാർക്ക് ഒത്തുചേരാനുള്ളൊരു പ്ലേസ്, ഒരു ഗ്യാതറിങ് പ്ലേസായിട്ട് അന്ന് മാർക്കറ്റായിട്ടൊക്കെ യൂസ് ചെയ്തിരുന്ന ഗ്രീക്ക് കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പലതിൻ്റെയും അവശിഷ്ടങ്ങളാണ് നമുക്കിവിടെ കാണാനുള്ളത്. അപ്പോൾ നമ്മളിതാ ഒരു ഫസ്റ്റ് വില്ലയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വില്ലയുടെ പേര് ഹൗസ് ഓഫ് അയോൺ എന്നാണ്. അതായത് ഗ്രീക്ക് ഗോഡായിട്ടുള്ള അയോണിൻ്റെ പേരാണ് ഇതിനിട്ടിരിക്കുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് 3 റൂംസാണ്. ഒരു ബിഗ് സെൻട്രൽ റൂമും അതിനോട് ചേർന്നുകൊണ്ട് തന്നെ 2 ചെറിയ റൂം. സ്മോൾ റൂംസിലുള്ള മൊസൈക്ക് ഫ്ലോർസ് ജോമെട്രിക് പാറ്റേണിലുള്ളതാണ്. സെൻട്രൽ റൂം എന്ന് പറയുന്നതിൽ മെയിനായിട്ട് ബർത്ത് ഓഫ് ഡയോനിസസും അതേപോലെ തന്നെ ട്രയംഫ് ഓഫ് ഡയോനിസസൊക്കെയാണ് ഡിപിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മൊസൈക്സ് എല്ലാം സത്യം പറഞ്ഞ ഓരോ കഥകൾ പറയുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയനസിസിൻ്റെ വിക്ടറിയും അതേപോലെ ബർത്തും അതുപോലെ ഒരു ബ്യൂട്ടി കോണ്ടസ്റ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡിപിക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് ഈ കാണുന്ന അടുത്ത ഹൗസിലേക്ക് പോകണം, അടുത്ത വില്ലയിലേക്ക് പോവാണ്. ഇതിൻ്റെ പേര് ഹൗസ് ഓഫ് തീസിയസ് എന്നാണ്. തീസിയസ് നമുക്കെല്ലാം കേട്ടിട്ടുള്ള സുപരിചിതമായൊരു നെയിമാണ് അല്ലേ. അതായത് ഗ്രീക്ക് ഹിസ്റ്ററിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു രാജാവായിരുന്നു തീസിയസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ വില്ല. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിൽ 2 സൈഡിലും ഇങ്ങനെ കമ്പി കെട്ടി തിരിച്ചിട്ടിരിക്കുന്നത് കാണാൻ പറ്റും, സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് നടപ്പാതി ഉണ്ടാക്കിയിട്ട്. കാരണം ഇതിൻ്റെ 2 സൈഡിലും ഇപ്പോഴും എക്സ്കവേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീസിയസ് എന്നുള്ള പേര് വരാൻ കാരണമായിട്ടുള്ള മൊസൈക്ക് ഫ്ലോറിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ എത്തുന്നത്. ഇത് കണ്ടോ, വലിയൊരു മൊസൈക്ക് ഫ്ലോറാണ് ഇത്. അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നത് തീസിയസിൻ്റെ പിക്ചറാണ്. പിന്നെ ചുറ്റും കുറേ അല്ലാതെ ജോമെട്രിക്കൽ ഷേപ്സുമായിട്ട്. ഇത് ഏതോ ഒരു വലിയ കെട്ടിടത്തിൻ്റെ സെൻട്രൽ റൂമായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഇത് ഏകദേശം 100 റൂമുള്ള ഒരു വലിയ ബിൽഡിംഗ് ആയിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അന്നത്തെ റോമൻ കാലഘട്ടത്തിലെ ഗവർണറോ അങ്ങനെയുള്ള ഏതോ ഹൈ ഒഫീഷ്യൽസിൻ്റെ റെസിഡൻസ് ആയിരുന്നു ഇത് എന്നാണ്. അപ്പോൾ ഇവിടെ ഈ സെൻട്രൽ കോളം ഈ കാണുന്നത്, അതായത് ഇതൊരു കോർട്ട്യാർഡ് ലൈക്ക് ഏരിയ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ട്യൂംസ് ഓഫ് ദ കിങ്സിൽ കണ്ടിട്ടുള്ള പോലെ ഒരു സെൻട്രൽ ഓപ്പൺ കോർട്ട്യാർഡ് ലൈക്ക് ഏരിയ. അതിന് ചുറ്റുമായിട്ട് 4 സൈഡിലുമായിട്ട് ഏകദേശം 100ഓളം റൂമുകൾ എന്നാണ് പറയുന്നത്.
ഞങ്ങളിവിടെ വന്നത് ഒരു ഉച്ച നേരത്താണ്. അപ്പോൾ നല്ല പൊരി വെയിലാണ്. ഇവിടെ അങ്ങനെ മരങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെയൊക്കെ കാണാൻ വരുന്നവർ എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ട കുറച്ച് നേരത്തെ വരിക എന്നുള്ളതാണ്. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ചെറുത് മാത്രമല്ല, ചെറുതും വലുതുമായിട്ടുള്ള കുറേ കിണർ പോലെ, വെൽസ് പോലുള്ള, അതായത് കുഴികൾ നമുക്ക് കാണാൻ പറ്റും. ഇതെന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. പണ്ടത്തെ എന്തായിരുന്നു ഇതെന്ന് ഒരു ഐഡിയ എനിക്കില്ല. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് നടന്ന് ഇനി അടുത്തൊരു ഹൗസിലേക്ക് എത്തുകയാണ്, അതായത് ഹൗസ് ഓഫ് ഡയനൈസസ്. ഈ വില്ല എന്ന് പറയുന്ന ഓൾമോസ്റ്റ് എക്സ്കവേഷൻസ് കംപ്ലീറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇവർ വാൾസൊക്കെ കൺസ്ട്രക്ട് ചെയ്തത്, അതായത് സൈഡ് വാൾസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് അത് നല്ലപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം 40 റൂംസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് റോമൻ പീരീഡിലെ ഏതോ ഒരു ഭയങ്കര വെൽത്തി ആയിട്ടുള്ള, റിച്ച് ആയിട്ടുള്ള ആരുടെയോ റെസിഡൻസ് ആയിരുന്നു എന്നാണ് കരുതുന്നത്. ഈ വില്ലയിൽ ഏകദേശം 15ഓളം മൊസൈക്ക് ഫ്ലോർസ് എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ ഫ്ലോർസിലും ഡയനൈസസിൻ്റെ സ്റ്റോറീസാണ് ഡെപിക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഹൗസ് ഓഫ് ഡയനൈസസ് എന്ന് വിളിക്കുന്നത്. ഈ എൻറ്റയർ ബിൽഡിംഗ് എന്ന് പറയുന്നത് മോർ ദാൻ 2000 സ്ക്വയർ മീറ്റേഴ്സ് വരുന്നുണ്ട്. ഈ വില്ലയും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഒരു സെൻട്രൽ കോർട്ട്യാർഡും അതിന് ചുറ്റുമായിട്ട് ബാക്കിയുള്ള റൂംസും എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഓരോ റൂമിലെയും ഓരോ ഫ്ലോറിലും അതിൻ്റെ റൂം നമ്പറും അത് ഓരോ മൊസൈക്കും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഈ മൊസൈക്ക് ഫ്ലോർ കണ്ടാലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇതൊരു 2nd സെഞ്ച്വറി AD ഉണ്ടാക്കിയൊരു സാധനമാണെന്ന്. അതായത് അന്ന് ഉണ്ടാക്കിയിട്ട് 4th സെഞ്ച്വറി ആയപ്പോൾ തന്നെ ഒരു എർത്ത്ക്വേക്ക് വന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയി. അങ്ങനെ അവരിത് അബാൻഡൺ ചെയ്ത് ഇട്ടിരിക്കുന്നു. പിന്നെ 1870 എക്സ്കവേഷൻ വഴിയാണിത് തിരിച്ച് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത്രയും കാലം പഴക്കം ഉണ്ടായിട്ടും ഇതിൻ്റെ ഈ മൊസൈക്ക് ഫ്ലോറിൽ ഒരു ക്ലാരിറ്റി കാണുമ്പോൾ നമുക്കത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഹിസ്റ്ററിയൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക്, അത് ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് കാണാൻ പറ്റിയ, വളരെയധികം ആസ്വദിക്കാൻ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ ഇത്. ഈ പാഫോസിലെ 2 വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സും. അപ്പോൾ ഞങ്ങളിനി പതുക്കെ ഈ ആർക്കിയോളജിക്കൽ സൈറ്റിനോട് വിട പറയുകയാണ്. അപ്പോൾ സമയം ഏകദേശം ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് എവിടെയെങ്കിലും എന്നല്ല, ഇവിടെ പാഫോസ് ഹാർബർ തൊട്ട് ചേർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിക്കുക. പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഹാർബർ കാസിലുണ്ട്, അത് കാണാമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.